വാക്കുകൾ കൊണ്ട് ചമയം ചാലിക്കുവാൻ സാധ്യമാകാത്ത ഒരു വികാരമാണ് അമ്മ. അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്തവരധികം ഉണ്ടാവുകയില്ല. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ പല നേട്ടങ്ങളുടെയും പിറകിൽ നമ്മുടെ മാതാപിതാക്കളുടെ സഹനങ്ങളും പ്രാർത്ഥനകളുമൊക്കെയായിരുന്നു. അമ്മമാരുടെ പ്രാർത്ഥന ഒരു ഭവനത്തിന് എപ്പോഴും അനുഗ്രഹം തന്നെയാണ്. ദൈവസന്നിധിയിൽ വിരിക്കപ്പെട്ട കരങ്ങളുമായി മാതാപിതാക്കളായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ ആകുന്ന ഇടങ്ങളിൽ എന്നും അനുഗ്രഹവും സമൃദ്ധിയും മാത്രമായിരിക്കും. അവരുടെയൊക്കെ വഴിത്താരയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ മറികടന്നു പോകുവാൻ അവരെ സഹായിക്കുന്നത് മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയൊക്കെയാണ്. എല്ലാ അമ്മമാരും കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിച്ച എല്ലാ നന്മയുടെയും പിന്നാമ്പുറങ്ങളിൽ നമ്മുടെയൊക്കെ അമ്മമാരുടെ സഹനമാണെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലും ഒരു അമ്മയുണ്ട് എന്ന് കേൾക്കുന്നത് ഒരു അഭിമാനം തന്നെയാണ്, ഒരു ധൈര്യമാണ്. എൻ്റെ ജീവിത വഴിത്താരയിലൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധയമ്മ കൂടെയുണ്ട് എന്ന് കേൾക്കുന്നത് നമ്മുടെ ജീവിത സമസ്യകൾക്ക് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധയമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കാം. ഈ 8 നോമ്പിൻ്റെ ദിനങ്ങളിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മൾ ഓരോ ദിനവും ധ്യാനിച്ച വചനഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ, പ്രത്യേകമായി ഇന്ന് സ്വർലോകരാജ്ഞിയായ അമ്മയെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ സൗഭാഗ്യം സമ്മാനിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മളെയൊക്കെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അമ്മ കടന്നുപോയ ഇടങ്ങളൊക്കെ അനുഗ്രഹമായത് അമ്മയുടെ ഉള്ളിലുള്ള ദൈവികാരുണ്യ പ്രഭ കൊണ്ട് തന്നെയാണ്. നാമൊക്കെ ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക ചൈതന്യം ലഭ്യമാകുവാൻ സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൃപാവരം നമുക്ക് യാചിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൃപാവരം ഉണ്ടാവട്ടെ. ഇന്ന് അർപ്പിക്കുന്ന ജപമാല സമർപ്പണങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ: സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മേ, പാപികളും ബലഹീനരുമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിന്റെ തിരുക്കുമാരനിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്തുന്ന നന്മയുടെ കുഞ്ഞുങ്ങളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.